പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അടുത്ത സീസണിലേക്ക് വേണ്ടി അവരുടെ പുതിയ കോച്ചിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച് ആരായിരിക്കുമെന്ന സംശയം ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനിടയിലുണ്ട്. ISL 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച് ഫ്രാങ്ക് ഡൗവൻ ആയിരുന്നു. എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഫ്രാങ്ക് ഡൗവൻ ആയിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച്. അലക്സ് ഡി ക്രൂക്ക് എന്ന നെതർലാൻഡ് കോച്ചായിരിക്കും അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അസിസ്റ്റന്റ് കോച്ച്. പുതിയ കോച്ച് വന്നതുകൊണ്ട് തന്നെ ഇനി ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് സൈനിങ് ഒക്കെ ഉണ്ടായേക്കും. ടീമിലെ ചില വിദേശ താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ട് പോയതുകൊണ്ട് തന്നെ അവരുടെ പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്ത സീസണിലെ വിദേശ താരങ്ങളിൽ അഡ്രൈ ലൂണയും അതുപോലെ തന്നെ നോവസ് ദവയും ഉണ്ടാകുമെന്ന കാര്യമാണ് നിലവിലിപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ളത്. മാത്രമല്ല ഡിമിട്രോസ് ഡാമൻഡാക്കോസ് ആവട്ടെ ക്ലബ്ബ് വിട്ട് പോവുകയും ചെയ്തു. പുതിയ കോച്ച് വന്നതുകൊണ്ട് തന്നെ കോച്ചിന്റെ പ്ലേയിങ് സ്റ്റൈലിനോട് യോജിച്ച പ്ലേയേഴ്സ് ആയിരിക്കും ടീമിൽ നിലനിൽക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിരുന്ന ഡിമിട്രോസ് ഡാമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL 10ാം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയത് എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. ഡിമിട്രോസ് ക്ലബ്ബ് വിട്ട് പോയത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും തിരിച്ചടി നൽകുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു ഗ്രീക്ക് താരത്തിനെ സ്വന്തമാക്കാനായിട്ട് നിരവധി ISL ടീമുകളാണ് രംഗത്തുള്ളത്. നിലവിൽ താരം പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള ടീം ഈസ്റ്റ് ബംഗാളാണ്. ഈസ്റ്റ് ബംഗാൾ ഡിമിട്രോസിനെ ടീമിലേക്ക് എത്തിക്കാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് എന്ന് മാർക്കസ് അടക്കമുള്ള റിപ്പോർട്ടേഴ്സൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല മുംബൈ സിറ്റി FC അതുപോലെ തന്നെ ബംഗളൂരു FC എന്നീ ടീമുകൾക്കും ഡിമിയെ സൈൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്ന റൂമറുകളൊക്കെ പുറത്തു വന്നിരുന്നു. നിലവിലിപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നത്. 4 കോടിയുള്ള രൂപയാണ് ഡിമിട്രോസിന് ഈസ്റ്റ് ബംഗാൾ ഓഫർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ട്രാൻസ്ഫർ മാർക്കറ്റിലും ഡിമിട്രോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് കാണിക്കുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.